ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. കേരള PSC സെപ്റ്റംബറിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 2 സബ്ജക്റ്റുകളാണ് അവർ സിലബസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൽ കോഓപ്പറേഷനും അതുപോലെ ബാങ്കിങ്ങുമാണ്. ബാങ്കിങ്ങിൽ നിന്ന് 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരിക എന്നാണ് നമ്മൾ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്കിങ്ങിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടണമെങ്കിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് വളരെ ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ ബാങ്കായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ 3 ക്ലാസ്സുകളായിട്ട് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഞാൻ ആ ക്ലാസ് അതിൻ്റെ തുടർച്ചയായിട്ട് 4ാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. വളരെ പ്രയോജനപ്രദമായ ഈ ക്ലാസ് നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് ഇന്ന് ക്ലാസ്സുകളിലേക്ക് പോകാം. ഇനി 103ാമത്തെ ചോദ്യം മുതലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ആരംഭിക്കുന്നത്. 103ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണ്. സോ വാട്ട് യു മീൻ ബൈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്? നമുക്കറിയാം, ഇതൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെയാണ്. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സേവിങ്സ് അക്കൗണ്ട് ഓഫേർഡ് ബൈ ബാങ്ക്സ്. ബാങ്കുകൾ ഓഫർ ചെയ്യുന്ന ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പോലെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഒരു നിശ്ചിത എമൗണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതൊരു നിശ്ചിത കാലാവധിക്ക് ഒരു നിശ്ചിത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനാണ്. അങ്ങനെ ഒരു നിശ്ചിത പീരീഡിലേക്ക് ഒരു നിശ്ചിത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഇതിനെ നമ്മൾ സാധാരണ വിളിക്കുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്നാണ്. പക്ഷേ അതുപോലെ തന്നെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഒരേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് FDയുടെ റെസീറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും അതിനകത്തുണ്ട്. പക്ഷേ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം. ഇതിന് നമുക്ക് നെഗോഷ്യബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇത് ഒരേ സമയം ഇത് ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ ക്യാരക്ടേഴ്സും കാണിക്കുന്നുണ്ട്, ഒപ്പം തന്നെ ഇത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റുമാണ്. അതാണ് തങ്ങളുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്. എ നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ഇൻ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം or as an issuance promissory note for funds deposited at a bank or other eligible financial institution for a specified time period എന്നാണ്. അപ്പോൾ ഒരു നിശ്ചിത ടൈം പീരീഡിലേക്ക് ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഇത് ട്രാൻസ്ഫറബിൾ ആണ്, നെഗോഷ്യബിലിറ്റി ഉള്ളതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം 103 ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ്. 104ാമത്തെ ചോദ്യം, ഹൗ മച്ച് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ഇഷ്യൂവൻസ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്? സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ മിനിമം എമൗണ്ട് എത്രയാണെന്നാണ് ചോദ്യം. അത് 1 ലക്ഷം രൂപയാണ്. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് 1 ലക്ഷം രൂപയുടെ മൾട്ടിപ്ലിക്കേഷനായിട്ട് എത്ര വേണമെങ്കിലും അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാം. മിനിമം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. 105ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മിനിമം പീരിയഡ് ബിഫോർ വിച്ച് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഈസ് നോട്ട് ട്രാൻസ്ഫറബിൾ? ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് പീരീഡ് ഒന്നുമില്ല. ഏത് സമയത്തും ഇതെന്ത് ചെയ്യാം? നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ലിമിറ്റേഷൻ വെച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. 105 ഓപ്ഷൻ എ ആണ്. 106ാമത്തെ ചോദ്യം, കമേഴ്ഷ്യൽ പേപ്പർ ക്യാൻ ബി ഇഷ്യൂഡ് ബൈ? കമേഴ്ഷ്യൽ പേപ്പറുകൾ ഇഷ്യൂ ചെയ്യുന്ന ആരാണെന്നാണ് ചോദ്യം. കമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി, ഷോർട്ട് ടൈമിലേക്ക് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടിന് വിളിക്കുന്ന പേരാണ് ഈ പറഞ്ഞിരിക്കുന്ന കമേഴ്ഷ്യൽ പേപ്പർ. സോ ഇറ്റ് ഈസ് ആൻ അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട് ഇഷ്യൂഡ് ബൈ വെൽ നോൺ കമ്പനീസ് ടു ഫൈൻഡ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ. ഷോർട്ട് ടൈം ഫണ്ട് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു കുറഞ്ഞ പീരീഡിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടിന് നമുക്ക് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് വിളിക്കാം. ഇത് ഇഷ്യൂ ചെയ്യുന്ന റിസർവ് ബാങ്കിൻ്റെ കൺസെൻറ്റോട് കൂടി മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 180 ദിവസമാണ്. അപ്പോൾ 180 ദിവസത്തേക്ക് ഇഷ്യൂ ചെയ്യുന്ന അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടിന് നമുക്ക് എന്ത് വിളിക്കാം? കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ഇത് ഇഷ്യൂ ചെയ്യുന്നത് കോർപ്പറേറ്റ്സ് ആണ്. അതുപോലെ തന്നെ ആൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഹാവ് ബീൻ പെർമിറ്റഡ് ടു റൈസ് ഷോർട്ട് ടൈം റിസോഴ്സസ് അണ്ടർ ദ അംബ്രല്ല ലിമിറ്റ് ഫിക്സ്ഡ് ബൈ RBI. ശരിയാണ്. പ്രൈമറി ഡീലേഴ്സാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ആൾ ഓഫ് ദ എബോവ് ആണ്. 106 ആൾ ഓഫ് ദ എബോവ് ആണ്. 107ാമത്തെ ചോദ്യം, ബാങ്ക് ബ്രാഞ്ചസ് വിച്ച് ക്യാൻ അണ്ടർടേക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ് ഡയറക്ട്ലി ആർ നോൺ ആസ്? നമുക്കറിയാം, ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ് ബാങ്കിൻ്റെ ബ്രാഞ്ചുകൾ ഡയറക്റ്റായി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നത് ഓതറൈസ്ഡ് ഡീലേഴ്സ് എന്നാണ്. ഓപ്ഷൻ എ ആണ്. 107 ഓപ്ഷൻ എ. 108ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ലോൺസ് ഓഫ് വെരി സ്മോൾ എമൗണ്ട് ഗിവൺ ടു ലോ ഇൻകം ഗ്രൂപ്പ് ഈസ് കാൾഡ്? ലോൺസ് ഓഫ് വെരി സ്മാൾ എമൗണ്ട് ഗിവൺ ടു ലോ ഇൻകം ഗ്രൂപ്പ്. ലോ ഇൻകം ഗ്രൂപ്പിന് വളരെ ചെറിയ എമൗണ്ടുകളാണ് നമ്മൾ ലോണായിട്ട് കൊടുക്കുന്നതെങ്കിൽ അതിന് വിളിക്കുന്ന പേര് മൈക്രോ ക്രെഡിറ്റ് എന്നാണ്. അപ്പോൾ 108 ഓപ്ഷൻ ബി ആണ്. മൈക്രോ ക്രെഡിറ്റ് ആണ്.
109ാമത്തെ ചോദ്യം, ദ കമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം ഇൻ ഇന്ത്യ കംപ്രൈസസ് ആ. ഒരു കമേഴ്ഷ്യൽ ബാങ്ക് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഷെഡ്യൂൾഡ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളുണ്ട്. അപ്പം ഷെഡ്യൂൾഡ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ 109A ആണ്. 110ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് കൺസിഡേർഡ് ടു ബി കമ്പലിംഗ് റീസൺസ് ഫോർ ബാങ്ക് നാഷണലൈസേഷൻ എന്നാണ്. ബാങ്ക് നാഷണലൈസേഷനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1969 14 ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു, 5 കോടി രൂപ മൂലധനമുള്ള. അതോടൊപ്പം തന്നെ 1980 ആയപ്പോഴത്തേക്ക് അത് 200 കോടി മൂലധനമുള്ള ബാങ്കുകൾ 6 ബാങ്കുകളെ കൂടെ നാഷണലൈസ് ചെയ്തു. അങ്ങനെ 69-ലും 80-ലുമായിട്ട് ഏകദേശം 20 ബാങ്കുകളെ നാഷണലൈസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ നാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കൺസിഡർ ചെയ്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് എക്കണോമിക് പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് ബിസിനസ് മാൻ. ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെയും ബിസിനസ്മാൻ്റെയും കയ്യിൽ എക്കണോമിക് വെൽത്ത് അല്ലെങ്കിൽ പവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന കാരണം കൊണ്ട് ബ്രാഞ്ച് എക്സ്പാൻഷൻ വാസ് കൺഫൈൻഡ് ടു അർബൻ ഏരിയാസ് ആൻഡ് റൂറൽ ഏരിയാസ് വെയർ ബീങ് നെഗ്ലക്റ്റഡ്. ബാങ്കിങ്ങിൻ്റെ സേവനങ്ങൾ അർബൻ അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ പലപ്പോഴും കിട്ടാറില്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ സെക്ടേഴ്സ് ലൈക്ക് അഗ്രികൾച്ചർ, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് അതർ ഡിസർവിംഗ് സെക്ടേഴ്സ് വെയർ ഔട്ട്സൈഡ് ദ പെർവ്യൂ ഓഫ് ബാങ്ക് ലെൻഡിങ് ഓപ്പറേഷൻസ്. ബാങ്കിൻ്റെ ലെൻഡിങ് ഓപ്പറേഷനിൽ പുറത്താണ് ഈ പറഞ്ഞിരിക്കുന്ന അഗ്രികൾച്ചർ അല്ലെങ്കിൽ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അവർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല. ദെൻ വേരിയസ് മാൾ പ്രാക്ടീസസ് ഇൻഡൽറ്റഡ് ബൈ ദ ബാങ്ക് അണ്ടർ പ്രൈവറ്റ് ഓണർഷിപ്പ്. പ്രൈവറ്റ് ഓണർഷിപ്പിൽ നമുക്ക് ഒരുപാട് മാൾ പ്രാക്ടീസ് നടക്കുന്നു. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് ബാങ്ക് നാഷണലൈസേഷന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓപ്ഷൻ ഈ 4ഉം ശരിയാണ്. നമുക്ക് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, ആൾ ഓഫ് ദ എബോ. അതാണ് ഇതിൻ്റെ ആൻസർ, ആൾ ഓഫ് ദ എബോ. ഇനി 112ാമത്തെ ചോദ്യം, ദ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949 അപ്ലൈസ് ടു ദി ഫോളോയിങ് കാറ്റഗറീസ് ഓഫ് ബാങ്ക്സ്. ഇവിടെ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949 അപ്ലൈ ചെയ്തേക്കുന്നത് ഏതൊക്കെ ബാങ്കുകൾക്കാണെന്നാണ് ചോദ്യം. അത് നമുക്കറിയാം, എല്ലാ ബാങ്കുകൾക്കും ബാധകമാണ്. നാഷണലൈസ്ഡ് ബാങ്കുണ്ട്, നോൺ നാഷണലൈസ്ഡ് ബാങ്കുണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്. അപ്പോൾ ഓൾ ദ എബോ ആണ്. 112 ഓപ്ഷൻ ഡി ആണ് ആൻസർ. 113ാമത്തെ ചോദ്യം, എ ബാങ്ക് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ കനോട്ട് ഓപ്പൺ ആൻ ഓഫീസ് ഔട്ട്സൈഡ് ഇന്ത്യ വിതൗട്ട് ഒബ്റ്റൈനിങ് ദ പ്രയർ അപ്രൂവൽ ഓഫ്. അങ്ങനെ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും ഓഫീസ് തുടങ്ങണമെങ്കിൽ അത് റിസർവ് ബാങ്കിൻ്റെ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം, പ്രയർ അപ്രൂവൽ ഉണ്ടായിരിക്കണം. അപ്പം 113 ഓപ്ഷൻ ബി ആണ്. 114ാമത്തെ ചോദ്യം, ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 21 ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949 എംപവേഴ്സ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു. നമുക്കറിയാം, സെക്ഷൻ 21 ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് അനുസരിച്ച് എംപവേഴ്സ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു കൺട്രോൾ അഡ്വാൻസസ് ബൈ ബാങ്കിങ് കമ്പനീസ്. ബാങ്കിങ് കമ്പനീസിൻ്റെ അഡ്വാൻസസ് കൺട്രോൾ ചെയ്യുന്ന ഫംഗ്ഷനാണ് 21 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 114 ഓപ്ഷൻ സി ആണ്. 115ാമത്തതും വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. സെക്ഷൻ 26 ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949 requires every banking company to submit an annual return to the Reserve Bank of India in respect of. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. നമുക്കറിയാം, ബാങ്കിൽ കഴിഞ്ഞ 10 വർഷമായി ഓപ്പറേറ്റ് ചെയ്യാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ, ബാലൻസുകൾ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ വർഷവും ആനുവൽ റിട്ടേൺ ആയിട്ട് റിസർവ് ബാങ്കിന് എന്ത് ചെയ്യണം, അറിയിക്കണം, സബ്മിറ്റ് ചെയ്യണം. അതാണ് ആ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 26 എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടു കാണും, കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് പത്രത്തിലൊക്കെ വന്നത്, ട്രഷറി തന്നെ ഓപ്പറേറ്റ് ചെയ്യാത്ത ഒരു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കിടപ്പുണ്ട്, അത് ഗവൺമെൻറ് റവന്യൂ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പോകുന്നു എന്ന് സർക്കാർ ഓർഡർ ഇട്ടത് നിങ്ങൾ കണ്ടു കാണും. അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിൽ ഇത് കണക്ക് നോമിനീസ് ഉണ്ടാകും, ചിലപ്പോൾ അവർ അറിഞ്ഞ് കാണത്തില്ല, ചിലപ്പം ഡെപ്പോസിറ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട് ഹോൾഡേഴ്സ് മരിച്ചുപോയി കാണാം. അപ്പോൾ അതിനൊന്നും പിന്നെ ഇൻഫോം ചെയ്യാനോ അതിനെ പിന്തുടരാനോ ആൾ കാണത്തില്ല. അപ്പോൾ അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള അൺഓപ്പറേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഏതെങ്കിലും സംഭവങ്ങളുണ്ട് എങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ വർഷവും റിസർവ് ബാങ്കിന് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് സെക്ഷൻ 26 എന്ന് പറയുന്നത്. 116ാമത്തെ ചോദ്യം, ദ സെക്ഷൻ 29 ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949 സ്റ്റിപ്പുലേറ്റ് ദാറ്റ് every banking company has to prepare a final accounts, that is profit and loss account and balance sheet in the form prescribed. ഇവിടെ സെക്ഷൻ 29 അനുസരിച്ച് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ടിൽ എല്ലാ ബാങ്കുകളും എന്ത് ചെയ്യണം, അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അത് ഏത് ഫോമിലാണെന്ന് ചോദിച്ചാൽ 3rd ഷെഡ്യൂൾ ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949 ആണ്. ഷെഡ്യൂൾ 3 ആണ്. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഇനി 117ാമത്തെ ചോദ്യം, ദ ടേം വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് റെഫേഴ്സ് ടു. എന്താണ് ഈ വെയ്സ് ആൻഡ് മീൻസ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഗവൺമെൻറ്റിന് ടെമ്പററി പൈസയ്ക്ക് അത്യാവശ്യം വരുന്ന സമയത്ത് റിസർവ് ബാങ്ക് താൽക്കാലികമായി കൊടുക്കുന്ന അഡ്വാൻസിനെ വിളിക്കുന്ന പേരാണ് വെയ്സ് ആൻഡ് മീൻസ് എന്ന് പറയുന്നത്.
അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ടെമ്പററി അഡ്വാൻസ് മെയ്ഡ് ടു ദി ഗവൺമെൻറ് ബൈ ഇറ്റ്സ് ബാങ്കേഴ്സ് ടു ബ്രിഡ്ജ് ദ ഇൻറ്റേർണൽ ബിറ്റ്വീൻ എക്സ്പെൻഡിച്ചർ ആൻഡ് ദ ഫ്ലോ ഓഫ് റെസീറ്റ് ഓഫ് റവന്യൂ. ചില സാഹചര്യങ്ങളിൽ എമർജൻസി ഫണ്ട് ഗവൺമെൻറ്റിന് ആവശ്യമായി വരുന്ന സമയത്ത് റിസർവ് ബാങ്ക് ഒരു ഷോർട്ട് പീരീഡിലേക്ക് കൊടുക്കുന്ന അഡ്വാൻസിന് വിളിക്കുന്ന പേരാണ് വെയ്സ് ആൻഡ് മീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. 118ാമത്തെ ചോദ്യം. ഇൻ ടേംസ് ഓഫ് സെക്ഷൻ 19 ഓഫ് ദ RBI ആക്ട് 1934 ദ RBI ഹാസ് ബീൻ പ്രൊഹിബിറ്റഡ് ഫ്രം. 1934 RBI ആക്ടിനകത്ത് സെക്ഷൻ 19 പറഞ്ഞിട്ടുണ്ട് RBI എന്തെല്ലാം ചെയ്തുകൂടാ. മേക്കിംഗ് ലോൺസ് ഓർ അഡ്വാൻസസ്, ഡ്രോയിങ് ഓർ അക്സെപ്റ്റിംഗ് ബിൽസ് പേബിൾ അതർവൈസ് ദാൻ ഓൺ ഡിമാൻഡ്, അലവിങ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഓർ കറണ്ട് അക്കൗണ്ട്. ഇതൊന്നും റിസർവ് ബാങ്കിന് നേരിട്ട് ചെയ്യാൻ പറ്റത്തില്ല. റിസർവ് ബാങ്ക് പബ്ലിക്കുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ബാങ്കാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ആൾ ഓഫ് ദ എബോവ് ആണ്. 118 ഡി ആണ് ആൻസർ. 119ാമത്തെ ചോദ്യം. ക്യാഷ് റിസർവ് റേഷ്യോ ഈസ് മെയിൻറ്റെയിൻ ഇൻ ദ ഫോം ഓഫ്. ഇവിടെ കൊമേഴ്സ്യൽ ബാങ്ക് അവിടെ ഡെപ്പോസിറ്റിൻ്റെ ഒരു ശതമാനം അല്ലെങ്കിൽ നിശ്ചിത ശതമാനം റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് CRR അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ്. അത് എന്തായ ഫോമിലാണ് വെച്ചേക്കുന്നത്? ബാലൻസ് വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 119 ബി ബാലൻസ് വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 20ാമത്തെ ചോദ്യം. ക്യാഷ് റിസർവ് റേഷ്യോ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആർ ടേംസ് മോസ്റ്റ് ക്ലോസ്ലി റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡസ്ട്രീസ് മാർക്കറ്റ്. ഏതുമായി ബന്ധപ്പെട്ടതാണ് ഈ CRR അല്ലെങ്കിൽ SLR എന്ന് പറയുന്നത്? അത് നമുക്കറിയാം, നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. 120 ബാങ്കിങ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ബാങ്കിങ് ഇൻഡസ്ട്രിയാണ്. 21ാമത്തെ ചോദ്യം. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ മീൻസ്. എന്താണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്? അതും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ അത് ചെയ്തതാണ്. മെയിൻ്റനൻസ് ഓഫ് ലിക്വിഡ് അസറ്റ് ബൈ ബാങ്ക്സ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, ഗോൾഡ് ആൻഡ് അൺഎൻകംപേർഡ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് equal to not less than 25% of their total demand and time deposit liabilities under the provisions of section 24 of the Banking Regulations Act. നമുക്ക് പല പ്രാവശ്യം ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ഡെപ്പോസിറ്റ് ലൈബിലിറ്റീസിൻ്റെ 25% കുറയാത്ത എമൗണ്ട് ക്യാഷായിട്ടോ ഗോൾഡായിട്ടോ അല്ലെങ്കിൽ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ആയിട്ടോ അത് സൂക്ഷിച്ച് വയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അതെല്ലാ ബാങ്കുകളും നിർബന്ധമായും ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ബി ആണ്. 121 ബി ആണ്. 122 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫിനാൻഷ്യൽ അസറ്റ്സ്. തന്നിരിക്കുന്നതിൽ ഫിനാൻഷ്യൽ അസറ്റ് ഏതാണ്? അത് നമുക്ക് ഒറ്റനോട്ടത്തിൽ അറിയാം. 122 സി ആണ്. ഷെയർസ് ഇൻ എ ഡിമാറ്റ് അക്കൗണ്ടാണ്. ഷെയർസ് ഇൻ എ ഡിമാറ്റ് അക്കൗണ്ട്. 123ാമത്തെ ചോദ്യം. സീറോ ബാലൻസ് അക്കൗണ്ട് ഈസ് ജനറലി അലൗഡ് ടു ബി ഓപ്പൺഡ് ഫോർ. സാധാരണ കേസിൽ സീറോ ബാലൻസ് അക്കൗണ്ട് സാലറീഡ് ക്ലാസ്സിനാണ്. ഇപ്പോൾ ജൻധൻ അക്കൗണ്ടൊക്കെ സീറോ ബാലൻസ് ആണ്. അപ്പോൾ കോമണായി നമ്മൾ പറയുന്നത് സാലറീഡ് ക്ലാസ്. അപ്പോൾ എ ആണ് ആൻസർ. 123 എ ആണ് ആൻസർ. 124ാമത്തെ ചോദ്യം. ലോൺസ് അഗൻസ്റ്റ് ദ സെക്യൂരിറ്റി ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് ബൈ എക്സിക്യൂട്ടിങ് ആൻ എഗ്രിമെൻറ്റ് ഈസ് കാൾഡ്. നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് ഒരു എഗ്രിമെൻറ്റ് വയ്ക്കുന്നുണ്ട് ലോൺ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനെ വിളിക്കുന്ന പേര് പ്ലഡ്ജ് എന്നാണ്. അപ്പോൾ അത് ബി ആണ്. 124 ബി ആണ് ആൻസർ. 125 ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണെന്നാണ്. ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഏജൻസിയാണ്. നേരത്തെ വന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റേറ്റ് ദ ബോറോവേഴ്സ് വൈൽ ഗിവിങ് അഡ്വാൻസസ്. ബോറോവേഴ്സ് ആരാണോ അവരെ റേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അവിടെ കപ്പാസിറ്റി, റീപേബിളിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ അവിടെ ബാങ്ക് ഡീറ്റെയിൽസ് മറ്റ് കാര്യങ്ങളുമൊക്കെ റേറ്റ് ചെയ്യുന്നതാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ 125 ഓപ്ഷൻ എ ആണ്. 126ാമത്തെ ചോദ്യം. ഇൻ കോർപ്പറേറ്റ് ഹെഡ്ജിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് റിസ്ക് ക്യാൻ ബി കവേർഡ്. ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് റിസ്കിനെ ലഘൂകരിക്കുന്ന സംവിധാനമാണ്. അപ്പോൾ അവിടെ ഏത് റിസ്കിനെയാണ് ഇത് കവർ ചെയ്യുക എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ റിസ്കുകളെല്ലാം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ബേസൽ ഫോം പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കാം. ഇവിടെ ലിക്വിഡിറ്റി റിസ്ക് ആണ്. ഓപ്ഷൻ എ. 126 ഓപ്ഷൻ എ ആണ്. 127 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡേർഡ് വൺ എമംഗ് ദ ലോൺസ് അണ്ടർ ദ റീറ്റെയിൽ ബാങ്കിങ് എന്നാണ്. റീറ്റെയിൽ ബാങ്കിങ്ങിൽ അവർ കൊടുക്കാത്ത ലോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർ ലോണുണ്ട്, ഹൗസിംഗ് ലോണുണ്ട്, പേഴ്സണൽ ലോണുണ്ട്, എഡ്യൂക്കേഷൻ ലോണുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ലോണാണ് നമുക്കതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെടാത്തത്. അപ്പോൾ 127 ഓപ്ഷൻ ഇ ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ലോണാണ്. 128ാമത്തെ ചോദ്യം. മെനി ടൈംസ് വി റീഡ് ദ ടേം ECB ഇൻ ന്യൂസ് പേപ്പേഴ്സ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ECB? എന്താണ് ECB എന്ന് പറയുന്നത്? എക്സ്റ്റേണൽ കമേഴ്ഷ്യൽ ബോറോയിങ്സ് ആണ്. എക്സ്റ്റേണൽ കമേഴ്ഷ്യൽ ബോറോയിങ്സ് ആണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പം 128 ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ഡി ആണ്. 129ാമത്തെ ചോദ്യം. വെൻ എ ബാങ്കിങ് കമ്പനി ഈസ് പ്ലേസ്ഡ് അണ്ടർ മൊറട്ടോറിയം അണ്ടർ സെക്ഷൻ 45 ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949 the RBI must prepare a scheme.
ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മൊറട്ടോറിയം നമുക്കറിയാം കൊറോണ സമയത്തൊക്കെ ബാങ്കിൻ്റെ ലോൺസിനെയൊക്കെ റീസ്ട്രക്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആൻസർ റീകൺസ്ട്രക്ഷൻ ഓഫ് കമ്പനീസ് അമാൽഗമേഷൻ വിത്ത് എനി അതർ ബാങ്ക് എന്നാണ്. അപ്പോൾ 129 ഓപ്ഷൻ ബി ആണ്. 129 ഓപ്ഷൻ ബി. 130ാമത്തെ ചോദ്യം RTGS സ്റ്റാൻഡ്സ് ഫോർ. RTGS നമുക്കറിയാം റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണ്. ഒരു ബാങ്കിൽ നിന്ന് ഫണ്ട് മറ്റൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി വളരെ സ്പീഡിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമാണ്. നമ്മൾ ബാങ്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ അവരത് ചെയ്തു തരും. ഇതിന് വിളിക്കുന്ന പേരാണ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻ്റ് എന്നാണ്. ഇതിൻ്റെ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. മാക്സിമം നമുക്ക് എത്ര പേരെ വേണമെങ്കിലും ആവാം. അപ്പോൾ അതൊരു പുതിയ ഒരു സിസ്റ്റമാണ് RTGS റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻ്റ് എന്നാണ്. ഓപ്ഷൻ എ ആണ്. 131ാമത്തെ ചോദ്യം DSCR ഇൻഡിക്കേറ്റ്സ് എബിലിറ്റി ഓഫ് എ കമ്പനി. DSCR ഈസ് എബിലിറ്റി ഓഫ് കമ്പനി ടു മീറ്റ്സ് കറണ്ട് ലൈബിലിറ്റീസ് ആണ്. കറണ്ട് ലൈബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള ബാങ്കിൻ്റെ എബിലിറ്റി, നമ്മൾ കമ്പനിയുടെ എബിലിറ്റി വിളിക്കുന്ന പേരാണ് DSCR എന്ന് പറയുന്നത്. 132ാമത്തെ ചോദ്യം കൺസിഡർ ദ ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 ആൻഡ് ചൂസ് ദ കറക്റ്റ് കോഡ് ഗിവൺ എന്നാണ്. ഇവിടെ നമുക്ക് 4-5 അല്ലേ പിന്നെ കേസുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഇയറാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം 132 എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്വിഫ്റ്റ് ഉണ്ട്, നെഫ്റ്റ് ഉണ്ട്, ബേസൽ 1 അക്കോർഡുണ്ട്, ബേസൽ 2 അക്കോർഡുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇയറുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഓപ്ഷൻ സി ആണ്. അതിൻ്റെ ഓപ്ഷൻ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് 1998 ആണ്. നെഫ്റ്റ് എന്ന് പറയുന്നത് 1973 ബേസൽ 1 അക്കോർഡ് എന്ന് പറയുന്നത് 1996 ബേസൽ 2 അക്കോർഡ് 2004 അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. 133ാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോയിങ് ഐറ്റംസ് ഓഫ് ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 ഇൻ ടേംസ് ഓഫ് ഫംഗ്ഷൻസ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്കാണ്. കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലെറ്റർ ഓഫ് റെഫറൻസ് ഉണ്ട്, സെയിൽ ഓഫ് ഗുഡ്സ് കോയിൻസ് ഉണ്ട്, സെയിൽ ഓഫ് ഗോൾഡ് കോയിൻസ് ഉണ്ട്, റെക്കറിങ് അക്കൗണ്ട്സ് ഉണ്ട്, ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 133ാമത്തെ ആൻസർ ബി ആണ്. അപ്പോൾ ബിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ലെറ്റർ ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഏജൻസി ഫംഗ്ഷനാണ്. സെയിൽ ഓഫ് ഗുഡ്സിൻ്റെ സെയിൽ ഓഫ് ഗോൾഡ് കോയിൻസ് എന്ന് പറയുന്നത് ഇവിടെ നോൺ ബാങ്കിങ് ഫംഗ്ഷനാണ്. റെക്കറിങ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് റിസീവിങ് ഡെപ്പോസിറ്റ്സ് ആണ്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് അഡ്വാൻസിങ് ലോൺസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ആണ്. 133 ബി ആണ്. 134ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻക്ലൂഡ് അണ്ടർ ദ റെപ്രസെൻറ്റേഷൻ ഫംഗ്ഷൻ ഓഫ് എ ബാങ്ക് എന്നാണ്. ഒരു ബാങ്കിൻ്റെ റെപ്രസെൻറ്റേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പേയ്മെൻറ്റ് ഓഫ് ചെക്സ് ആൻഡ് ബിൽസ്, പ്രൊവൈഡിങ് റെമിറ്റൻസ് ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ അണ്ടർറൈറ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, അത് കഴിഞ്ഞ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. അപ്പോൾ 1, 2, 3, 6 അപ്പോൾ 134ാമത്തെ ആൻസർ സി ആണ്. ഓപ്ഷൻ സി ആണ്. 135 കോൾ മണി റേറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ എ വെരി ഷോർട്ട് പീരിയഡ് ടു. 135ാമത്തെ ചോദ്യം കോൾ മണി റേറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ എ വെരി ഷോർട്ട് പീരിയഡ് ടു ഇന്റർ ബാങ്ക് അഡ്വാൻസസ് ആണ്. ഓപ്ഷൻ എ ഇന്റർ ബാങ്ക് അഡ്വാൻസസ്. 136ാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ മിനിമം ആൻഡ് മാക്സിമം ലിമിറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർ RTGS ട്രാൻസാക്ഷൻസ് എന്നാണ്. RTGSൻ്റെ മിനിമം മാക്സിമം എന്ന് പറയുന്നത് നമുക്കറിയാം. മിനിമം 2 ലക്ഷം രൂപയാണ്, മാക്സിമം എത്ര വേണമെങ്കിലും ആവാം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞതാണ് 136 സി ആണ് ആൻസർ. 137ാമത്തെ ചോദ്യം പേയ്മെൻറ്റ് ഓഫ് ചെക്സ് കനോട്ട് ബി മെയ്ഡ് ഓൺ എ ക്യാഷ് കൗണ്ടർ ഓഫ് ദ ബാങ്ക് ഇഫ് ദ ചെക്ക് ഈസ് ക്രോസ്ഡ് എന്നാണ്. ക്രോസ്ഡ് ഇതൊക്കെ നമ്മൾ കൗണ്ടറിലൂടെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, അത് അക്കൗണ്ടിലൂടെ പറ്റത്തുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. 137 ഓപ്ഷൻ ബി. 138 ദ ടാക്സ് ഓൺ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഈസ് നോൺ ആസ് കസ്റ്റംസ് ഡ്യൂട്ടി ആണ്. ഇമ്പോർട്ട് എക്സ്പോർട്ടിൻ്റെ ടാക്സ് നമ്മൾ വിളിക്കുന്ന പേര് കസ്റ്റംസ് ഡ്യൂട്ടി എന്നാണ്. ഓപ്ഷൻ സി ആണ്. 138 ഓപ്ഷൻ സി. 139ാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് യുലിപ്? യുലിപ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ ആണ്. യൂണിറ്റ് ലിങ്ക് ഇൻഷുറൻസ് പ്ലാൻ ഓപ്ഷൻ ഇ ആണ്. 139 ഓപ്ഷൻ ഇ. 140ാമത്തെ ചോദ്യം ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾസ് ദ ആക്ടിവിറ്റീസ് ഓഫ് സം ഓഫ് ദ ഫോളോയിങ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. അല്ലേ, ഇന്ത്യയിൽ ബാങ്കുകൾ റിസർവ് ബാങ്ക് ഏതൊക്കെ ബാങ്കുകളെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഒന്നാമത്തത് കമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്സ് ആൻഡ് റൂറൽ ബാങ്ക്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം 140 എന്ന് പറയുന്ന ഡി ആണ്. 1, 2, 3, 4 ഇവിടെ നടക്കുന്ന എല്ലാ ബാങ്കുകളെയും കൺട്രോൾ ചെയ്യാനുള്ള അധികാരം റിസർവ് ബാങ്കിനുണ്ട്. അപ്പോൾ അതാണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. 141ാമത്തെ ചോദ്യം RBI has asked banks to make a plan to provide banking services to all villages having a population up to 2,000. The directive issued by RBI will fall in which of the following categories എന്നാണ്. 141ാമത്തെ ചോദ്യമാണ്. ഇത് പ്ലാൻ ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണ്. പ്ലാൻ ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ എ ആണ്.
142 ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ഷെഡ്യൂൾഡ് ബാങ്കിങ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ഷെഡ്യൂൾഡ് ബാങ്കിങ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ? ഇവിടെ ഷെഡ്യൂൾഡ് ബാങ്കിങ് സ്ട്രക്ചർ അല്ലാത്ത ഏതാണെന്നാണ് ചോദ്യം. 142 മണി ലെൻഡേഴ്സ് ആണ്. ബാക്കി എല്ലാം ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ബാങ്കിങ്ങിൻ്റെ ആൻസസ്റ്റേഴ്സ് ആണ്, അത് നമുക്കറിയാവുന്നതാണ്. 143 ചോദ്യം, കൺസിഡർ ദ ലിസ്റ്റ് ഫസ്റ്റ് ആൻഡ് ലിസ്റ്റ് 2 ആൻഡ് ചൂസ് ദ കറക്റ്റ് കോഡ് ഗിവൺ ബിലോ എന്നാണ്. ഇവിടെ ഡെബിറ്റ് കാർഡുണ്ട്, ക്രെഡിറ്റ് കാർഡുണ്ട്, ഇലക്ട്രോണിക് പേഴ്സ് ഉണ്ട്, ചെക്ക് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റാണ് ചോദ്യം അല്ലേ? അതിലെന്താ പറഞ്ഞേക്കുന്നത്? 143 ചോദ്യത്തിൽ ഇവിടെ ലിസ്റ്റ് 1, 2 സെവറൽ ഷോർട്ടേജ്, അത് ലിസ്റ്റ് ഓൺലൈൻ റിക്കവറി എമൗണ്ട്, ഇമേജിംഗ് പ്രോസസ്സിംഗ് യൂസ്, ദെൻ റിവോൾവിംഗ് ക്രെഡിറ്റ് എന്ന് പറയുന്ന സംവിധാനമാണ്. അപ്പോൾ 103 നമുക്ക് എ ആണ് ആൻസർ. എ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു ഇമേജിംഗ് പ്രോസസ് യൂസാണ്. അത് കഴിഞ്ഞിട്ട് ബി എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് സെവറൽ സ്റ്റോറേജ് ആണ്. അത് കഴിഞ്ഞ് ഇലക്ട്രോണിക് പേഴ്സ് എന്ന് പറയുന്നത് റിവോൾവിംഗ് ക്രെഡിറ്റ് ആണ്. ദെൻ ചെക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ റിക്കവറി എമൗണ്ടാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അതിനെ ലിസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ആൻസർ എ ആണ്. 143 ഓപ്ഷൻ എ ആണ്. 144 മെനി ടൈംസ് വി റീഡ് ദ ടേംസ് CBS യൂസ്ഡ് ഇൻ ബാങ്കിങ് ഓപ്പറേഷൻസ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് the letter C in the CBS? അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ എ ആണ്. കോർ ബാങ്കിങ് സിസ്റ്റമാണ്. CBS എന്ന് പറയുന്നത് കോർ ബാങ്കിങ് സിസ്റ്റമാണ്. അപ്പോൾ C എന്ന് പറയുന്നത് കോറാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ്. 145 ചോദ്യം, ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ. ഇപ്പോൾ നമുക്ക് നിലവിൽ 24 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണുള്ളത്. അപ്പോൾ ഡി ആണ് ഓപ്ഷൻ. 145 ഓപ്ഷൻ ഡി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ? തന്നിരിക്കുന്നതിൽ നമുക്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. IDBI, കോർപ്പറേഷൻ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ആണ്. തന്നിരിക്കുന്നതിൽ മോസ്റ്റ് കറക്റ്റ് കൊടാക്ക് മഹീന്ദ്ര ബാങ്കാണ്. 146 ബി ആണ് ആൻസർ. 147 അറ്റ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റേറ്റ് ദ സെൻട്രൽ ബാങ്ക് ലെൻസ് ടു ദി ബാങ്ക് അഗൻസ്റ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്? അത് നമ്മൾ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റൊക്കെ ഒരുപാട് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്കറിയാം. ഓപ്ഷൻ എ ആണ്. 147 ഓപ്ഷൻ എ ആണ്. 148 സബ് പ്രൈം ലെൻഡിങ് ഈസ് എ ടേം അപ്ലൈഡ് ടു ദി ലോൺസ് മെയ്ഡ് ടു. പ്രൈം ലെൻഡിങ് റേറ്റൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സബ് പ്രൈം ലെൻഡിങ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. 148 ദോസ് ബോറോവേഴ്സ് ഹു ഡു നോട്ട് ഹാവ് എ ഗുഡ് ക്രെഡിറ്റ് ഹിസ്റ്ററി ആണ്. നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ലാത്ത ബോറോവേഴ്സിനെയാണ് നമ്മളങ്ങനെ പറയുന്നത് സബ് പ്രൈം ലെൻഡിങ് എന്ന് പറയുന്നത്. 148 ഓപ്ഷൻ എ ആണ്. 149 ചോദ്യം, ബൈസൽ സെക്കൻഡ് നോംസ് ആർ അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ്പെക്ട്സ് ഓഫ് ദ ബാങ്കിങ് ഇൻഡസ്ട്രി എന്നാണ്. നമുക്ക് ബൈസൽ ഫോമൊക്കെ വളരെ ഗംഭീരമായിട്ട് പഠിക്കേണ്ടതുണ്ട് ഇവിടെ. അത് ഞാൻ ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞുതരാം. 140 റിസ്ക് മാനേജ്മെൻ്റ് ആണ്. ബൈസൽ നോം സെക്കൻഡ് എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കേസാണ്. അങ്ങനെ നമുക്ക് 103 മുതൽ 149 വരെയുള്ള വളരെ പ്രത്യേകതയുള്ള ചോദ്യങ്ങളാണ് ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചോദ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് നിങ്ങളുടെ ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ ഞാനത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് കാണാം. എൻ്റെ ഈ ക്വസ്റ്റ്യൻ ബാങ്കുമായി ബന്ധപ്പെട്ട് ഏകദേശം 280 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് വരാൻ സാധ്യത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇത് പഠിക്കാനുണ്ട് മനസ്സുണ്ടാവട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക്സ്.